കേരളത്തിൽ MBBS അല്ലെങ്കിൽ BDS, ആയുർവേദം, വെറ്റിനറി ഇങ്ങനെ തുടങ്ങിയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും അതേപോലെ എൻജിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും ആർക്കിടെക്ചർ കോഴ്സുകളുടെയും ഒക്കെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാനതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കീം 2024 അപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ അലൈഡ്. ഈ മെഡിക്കൽ അലൈഡിൽ ഏതൊക്കെ വരുമെന്ന് ചോദിച്ചാൽ MBBS, BDS, ഞാൻ നേരത്തെ പറഞ്ഞ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അങ്ങനെ കുറേ ബയോടെക്നോളജി പോലെയുള്ള കുറേ കോഴ്സസ് അലൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സീറ്റ് വേണം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്, ഞാൻ നീറ്റ് എഴുതുന്നുണ്ട്, അപ്പോൾ പിന്നെ കീമിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾ നീറ്റ് എഴുതുന്നത് അതിൻ്റെ എലിജിബിലിറ്റിക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ 15% സീറ്റിന് വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ 85% സീറ്റും കിട്ടണമെങ്കിൽ നിങ്ങൾ നീറ്റ് എഴുതുകയും വേണം, അതേപോലെ കീമിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ MBBS, BDS പോലുള്ള കോഴ്സുകൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ കുട്ടികളും നീറ്റ് എഴുതുകയും കീമിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. അതേപോലെ എഞ്ചിനീയറിങ്, കേരളത്തിലെ ഗവൺമെൻറ് പ്രൈവറ്റ് കോളേജുകളിൽ എഞ്ചിനീയറിങ് പഠിക്കേണ്ട എല്ലാവരും കീം രജിസ്റ്റർ ചെയ്യുകയും വേണം, എക്സാം എഴുതുകയും വേണം. അതേപോലെ കേരളത്തിൽ ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമിൽ രജിസ്റ്റർ ചെയ്യണം, എക്സാം എഴുതേണ്ടതില്ല, രജിസ്റ്റർ ചെയ്യണം. എക്സാം നിങ്ങൾക്ക് നാറ്റ എക്സാം ആണ്. അതേപോലെ BPharm പഠിക്കേണ്ട കുട്ടികൾ നിർബന്ധമായിട്ടും കീമിൽ രജിസ്റ്റർ ചെയ്യണം, എക്സാം എഴുതണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എക്സാം എഴുതേണ്ടവരാരൊക്കെയാണ്? എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്യുന്നവരും എക്സാം എഴുതണം, BPharm അപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ BPharm ആഗ്രഹിക്കുന്നവരും എക്സാം എഴുതണം. എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്നവർ പേപ്പർ 1ഉം പേപ്പർ 2ഉം എഴുതണം. BPharm ആഗ്രഹിക്കുന്നവർ പേപ്പർ 1 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ രണ്ട് കൂട്ടരും കീമിൽ രജിസ്റ്റർ ചെയ്യുകയും എക്സാം എഴുതുകയും വേണം. എന്നാൽ ഈ പറഞ്ഞ മെഡിക്കൽ അലൈഡ് കോഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണ്ട. മെഡിക്കൽ അലൈഡിന് നിങ്ങൾ നീറ്റ് എഴുതിയാൽ മതി, ആർക്കിടെക്ചറിന് നിങ്ങൾ നാറ്റ എക്സാം എഴുതിയാൽ മതി. പക്ഷേ എന്ത് ചെയ്യണം? കേരളത്തിൽ പഠിക്കണമെങ്കിൽ, അതായത് ഗവൺമെൻറ് സീറ്റിൽ 85% സീറ്റിലും അതുപോലെ പ്രൈവറ്റിലും ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതേണ്ടതില്ല, നീറ്റ് എഴുതിയാൽ മതി, പക്ഷേ കീമിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു രണ്ടാമത്തതിലേക്ക് വരുന്നു. സൈറ്റ് ഏതാണ്? രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റ് ce.kerala.gov.in. ഇതാണ് സൈറ്റ്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും തന്നെ ഒരു കഫേയിൽ പോയിട്ടായിരിക്കും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കഫേയിൽ ചെന്നാൽ അവർക്കറിയാം, അവരത് ചെയ്തു തരും. സൈറ്റ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? മാർച്ച് 27 തുടങ്ങി ഏപ്രിൽ 17 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ടാവും. സമയം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മാർച്ച് 27 തുടങ്ങി ഏപ്രിൽ 17 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി അതിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട, അതായത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയം ഏപ്രിൽ 24 വരെയുണ്ട്. നിങ്ങൾക്ക് 17 രജിസ്ട്രേഷൻ കഴിഞ്ഞാലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഏപ്രിൽ 24 വരെ സമയമുണ്ടാവും. ഡോക്യുമെന്റ് എന്താണെന്നും ഡീറ്റെയിലും ഒക്കെ ഞാൻ സെപ്പറേറ്റ് പിന്നീട് പറയും. ഇനി എക്സാം എന്നാണ്? ആർക്കാണ് എക്സാം എന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യുന്നവർക്കും BPharm അപ്ലൈ ചെയ്യുന്നവർക്കും മാത്രമാണ് എക്സാം. അവരുടെ എക്സാം ജൂൺ 1 തുടങ്ങി ജൂൺ 9 വരെ ഓൺലൈനായിട്ടായിരിക്കും എക്സാം. എക്സാം ഡേറ്റും ഞാൻ ഓർമ്മിപ്പിച്ചു. ഇനി ഇതിൽ ഓൺലൈൻ സബ്മിഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാവൂ. നിങ്ങൾ ഒരു സാധനവും അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ടോ ഒന്നും ഓഫ്ലൈൻ കൊടുക്കേണ്ടതില്ല, ഓൺലൈൻ മാത്രമേ ചെയ്യാവൂ. ഇനി എലിജിബിലിറ്റി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? മോസ്റ്റ് പ്രോബബ്ലി ഗവൺമെന്റ് സീറ്റുകൾക്ക് കേരളൈറ്റ് ആയിരിക്കണം. ഇനി അതല്ലാത്ത നോൺ കേരളൈറ്റ് കാൻഡിഡേറ്റുകൾക്കും അപേക്ഷിക്കാം. ചില ക്ലോസുകളിൽ അവർ പറയുന്നുണ്ട് 5 വർഷം ഇവിടെ പഠിച്ചിരിക്കണം, അങ്ങനെ കുറെ ക്ലോസ് ഉണ്ട്. കേരളത്തിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ പേരൻസ് കേരളത്തിൽ ജനിച്ചു വളർന്ന ആർക്കും കേരളൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. നേറ്റിവിറ്റി സബ്മിറ്റ് ചെയ്യണം, അതിന്റെ ഡീറ്റെയിലും പറയാം. അപ്പോൾ ആരായിരിക്കണം? കേരളൈറ്റ് ആയിരിക്കണം ഗവൺമെന്റ് സീറ്റിന്. ബാക്കി ആർക്ക് വേണമെങ്കിലും പ്രൈവറ്റ് സീറ്റിന് വേണ്ടി അപേക്ഷിക്കാം. ഇനി എലിജിബിലിറ്റി മാർക്ക് നോക്കുക. ഈ മെഡിക്കൽ കോഴ്സുകൾക്ക് എല്ലാത്തിനും അല്ല, MBBS, BDS പോലുള്ളതിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. അതേപോലെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മസ്റ്റ് ആയിരിക്കണം. മാത്സ് മേ ഓർ മേ നോട്ട്, അത് ഡിപ്പെൻഡ് ആണ്. ഇംഗ്ലീഷും ഉണ്ടാവണം. ഇതിന് ഓൾമോസ്റ്റ് 50% മാർക്ക് വാങ്ങിയിരിക്കണം. അതിൽ SC ST കാൻഡിഡേറ്റിന് ഈ റിലാക്സേഷൻ ഉണ്ട് മാർക്കിൽ. അപ്പോൾ അത് ഓരോ കോഴ്സുകൾക്കും ഒന്നാണ്. MBBSനും BDSനുമാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഹോമിയോയിലേക്കൊക്കെ പോകുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രശ്നമില്ല. ഓൾമോസ്റ്റ് എല്ലാ 50% മാർക്ക് ഹയർ സെക്കൻഡറിയിൽ വാങ്ങിയ ഏത് കുട്ടിക്കും അപ്ലൈ ചെയ്യാം.
എന്നാൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മസ്റ്റായി പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്സ് മാത്സ്, കെമിസ്ട്രി അല്ല, ഫിസിക്സും മാത്സും കമ്പൽസറി ആണ്. കെമിസ്ട്രിയോ ബയോടെക്നോളജിയോ ഒക്കെ ഓപ്ഷനിലായിട്ട് പഠിച്ചാലും മതി. നിങ്ങൾക്ക് 45% മാർക്ക് മിനിമം ഉണ്ടാവണം. എന്നാൽ BArc കോഴ്സിനാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിട്ടുണ്ടാവണം, 50% മാർക്ക് ഉണ്ടാവണം ഹയർ സെക്കൻഡറിയിൽ. അതേപോലെ BPharmനാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവണം. പിന്നെ നിങ്ങൾ മാത്സോ ബയോളജിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ ഒക്കെ അഡീഷണൽ പഠിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് മാർക്കിന്റെ ബാരിയർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് എലിജിബിലിറ്റി മാർക്ക്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തന്നെ ആ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെയൊക്കെ SC ST കാൻഡിഡേറ്റിന് റിലാക്സേഷൻ ഉണ്ട്. ചില കാറ്റഗറിയിൽ അവർക്ക് 40% മാർക്ക് വാങ്ങി മതിയെങ്കിൽ ചിലതിൽ അവർക്ക് 45% അത് ഡിപ്പെൻഡ് ആണ്. എന്നാലും ഓൾമോസ്റ്റ് ഇതെല്ലാം കൂടെ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും തന്നെ ഒരു ഹയർ സെക്കൻഡറി പാസ്സായ എല്ലാ കുട്ടികൾക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൻ്റെ എലിജിബിലിറ്റി. ഓക്കെ, അപ്പോൾ മാർക്ക് എലിജിബിലിറ്റിയെ കുറിച്ച് നിങ്ങൾ നോക്കേണ്ടതില്ല. റൈറ്റ്. ഇനി ഏജ് ആണ്. ഏജ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. 2024 ഡിസംബർ 31 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. ഒരിക്കൽ കൂടി മിനിമം ഏജേ പറയുന്നുള്ളൂ. എന്ന് 2024 ഡിസംബർ 31 നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. ഹയർ ഏജിനെ കുറിച്ച് പറയുന്നില്ല. മിനിമം ഈ ഏജ് ഉണ്ടാവണം. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് എലിജിബിലിറ്റി. ഇനി അപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ ചെയ്യാണ്ട് ഒരു കഫയിൽ പോയി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷനാണ്. ഈ രജിസ്ട്രേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഒരു ID പ്രൂഫ്, മൊബൈൽ നമ്പർ, അതുപോലെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആക്സസ് കോഡ് ഉള്ളത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, അതായത് റീഫണ്ട് വരാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളുടെ പ്രൈമറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രൈമറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ എന്ത് ചെയ്യുക? നിങ്ങൾ കുറിച്ച് വയ്ക്കുക. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ വേണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പ്രൈമറി രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കുക. ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതായത് +2 അതേപോലെ 10th അങ്ങനെയുള്ള അക്കാഡമിക് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ നീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് മജോറിറ്റി എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾക്ക് ധാരണയുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? കോഴ്സ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മെഡിക്കൽ മാത്രമാണോ? ഇനി എഞ്ചിനീയറിംഗ് മാത്രമാണോ? ആർക്കിടെക്ചർ മാത്രമാണോ? ഫാർമസി മാത്രമാണോ? ഇനി അതല്ല ഇതെല്ലാം കൂടിയാണോ? ഇനി അതല്ലെങ്കിൽ ചിലർ മെഡിക്കലും എഞ്ചിനീയറിംഗും മാത്രം മതി, ആർക്കിടെക്ചർ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. മെഡിക്കൽ മാത്രമായിട്ട് ചെയ്യാം, എഞ്ചിനീയറിംഗ് മാത്രമായിട്ട് ചെയ്യാം, ആർക്കിടെക്ചർ മാത്രമായിട്ട് ചെയ്യാം. ഇതിൽ 1 or 2 എണ്ണം എടുക്കാം, മുഴുവൻ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒറ്റ ആപ്ലിക്കേഷനിലായിരിക്കണം ഇത്. നിങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ചില കുട്ടികൾ മെഡിക്കൽ മാത്രം കൊടുക്കും, പിന്നെ വിചാരിക്കും എന്നാൽ എഞ്ചിനീയറിംഗ് കൂടി. അത് പറ്റൂല. ഇപ്പം തന്നെ നിങ്ങളത് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് കൊടുക്കാം, മെഡിക്കൽ വേണമെങ്കിൽ മെഡിക്കൽ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒറ്റ ആപ്ലിക്കേഷൻ, അല്ലാതെ മെഡിക്കലിന് വേറെ ആപ്ലിക്കേഷൻ, എഞ്ചിനീയറിംഗ് വേറെ ആപ്ലിക്കേഷൻ, അതൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ മെഡിക്കൽ മാത്രം ചൂസ് ചെയ്താൽ നിങ്ങൾ എക്സാം എഴുതണ്ട, രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്താൽ എക്സാം എഴുതണം, ആർക്കിടെക്ചർ ചൂസ് ചെയ്താൽ എക്സാം വേണ്ട, ഫാർമസി ചൂസ് ചെയ്താൽ എക്സാം വേണം. അപ്പോൾ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും എക്സാം വേണം, മെഡിക്കലിനും ആർക്കിടെക്ചറിനും എക്സാം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ SC കാൻഡിഡേറ്റ് ആണ്, ST കാൻഡിഡേറ്റ് ആണ്, EWS ആണ്, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയാണ്, അല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് ആണ് പേരൻസ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് റിസർവേഷൻ ആണുള്ളത് ആ റിസർവേഷൻ അവിടെ ക്ലെയിം ചെയ്യുക. എന്നിട്ട് ഈ റിസർവേഷൻ തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് നമ്മൾ പിന്നാലെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ റിസർവേഷൻ എന്തൊക്കെയാണെന്നും ആ റിസർവേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അത് കുറച്ച് ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കുന്നു. അപ്പോൾ ഈ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ് നമുക്ക് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അക്കാഡമിക് ഡീറ്റെയിലും കോഴ്സ് ഡീറ്റെയിലും റിസർവേഷനും ഒക്കെ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ കഴിഞ്ഞു. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അങ്ങനെ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഫീ പേയ്മെന്റ് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫീ പേ ചെയ്യണം. ഈ ഫീ പേയ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫീ പേയ്മെന്റ് എങ്ങനെയാണ്? നിങ്ങൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ BPharm ചൂസ് ചെയ്തു, ചിലർ രണ്ടും കൂടെ ചൂസ് ചെയ്തു. ഇതിന് രണ്ടിനും എക്സാം ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഒന്നുകിൽ എഞ്ചിനീയറിംഗ് മാത്രം എടുത്തു, അല്ലെങ്കിൽ BPharm മാത്രം എടുത്തു, അല്ലെങ്കിൽ രണ്ടും കൂടി എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലെ കുട്ടി 875 രൂപ ഫീ അടയ്ക്കണം. 875 875 രൂപ ഫീ അടയ്ക്കണം. എന്നാൽ ഒരു SC കാൻഡിഡേറ്റ് ആണെങ്കിലും 375 രൂപ ഫീ അടയ്ക്കണം. ഒരു ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിൽ, അവർ ഫീ അടയ്ക്കേണ്ടതില്ല.
അപ്പോൾ ഫീസ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, എഞ്ചിനീയറിംഗോ ബിഫാമോ രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ എക്സാം ഉള്ളത് കൊണ്ട് 875 രൂപയും, SC കാറ്റഗറിക്ക് 375, STക്ക് നില്ലുമാണ്. ഇനി നേരെ തിരിച്ച് നിങ്ങൾ ആർക്കിടെക്ചർ മാത്രമോ അല്ലെങ്കിൽ മെഡിക്കൽ മാത്രമോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ, എക്സാം ഇല്ലാത്ത ആർക്കിടെക്ചറോ എക്സാം ഇല്ലാത്ത മെഡിക്കലോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നിങ്ങൾ എടുത്താൽ എക്സാം ഇല്ലാത്തത് കൊണ്ട് ജനറൽ കാറ്റഗറിക്ക് 625 രൂപ, SC കാൻഡിഡേറ്റിന് 250 രൂപ, ST ആണെങ്കിൽ നില്ല്. ഇതാണ് അവരുടെ ഫീസ് ഷെഡ്യൂൾ. ഇനി ചിലർക്ക് ഇത് 4 ചൂസ് ചെയ്യണം. അതായത് എഞ്ചിനീയറിംഗും ഫാർമസിയും ആർക്കിടെക്ചറും മെഡിക്കലും ഒക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ താഴെ ഈ രണ്ടാമത്തെ കേസിൽ മെഡിക്കൽ എടുക്കും, ആദ്യത്തെ കേസിൽ എഞ്ചിനീയറിംഗ് എടുക്കും. ഈ 2 കേസ് ഇതിലിപ്പോൾ 1 എടുത്താലും 2 എടുത്താലും ഇതിനെ നിങ്ങൾ ഫസ്റ്റ് ആയി ചൂസ് ചെയ്യുക, ഇതിനെ സെക്കൻഡ് ഓപ്ഷനായി ചൂസ് ചെയ്യുക. ഇത് രണ്ടും ഒന്നിച്ചെടുത്താൽ ആദ്യത്തെ കേസിൽ രണ്ടിലും ആദ്യത്തേതിൽ നിന്ന് 1 എടുത്താൽ പോലും ഫസ്റ്റ് കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്തു എന്നാണ് അർത്ഥം. എഞ്ചിനീയറിംഗ് മാത്രം എടുത്താലും ഫസ്റ്റ് കാറ്റഗറി ചൂസ് ചെയ്തു. അപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്താലും ബിഫാം എടുത്താലും ഒക്കെ ആ ഫസ്റ്റ് കാറ്റഗറി എടുത്തു, രണ്ടും എടുത്താലും അങ്ങനെ തന്നെ. ഇത് രണ്ടും കൂടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് 1125 രൂപ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ. അപ്പോൾ അതിൽ ജനറലും OBCയും EWSും ഒക്കെ അതിൽ വരും കേട്ടോ. അപ്പോൾ ഈ രണ്ടും ചൂസ് ചെയ്താൽ ഈ ജനറൽ കാറ്റഗറി അതായത് SCയും STയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം 1125 രൂപ അടയ്ക്കണം. എന്നാൽ SC കാൻഡിഡേറ്റിന് 500 രൂപ അടച്ചാൽ മതി. ST ആണെങ്കിൽ ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ ഫീസിന്റെ ഷെഡ്യൂൾ പറഞ്ഞു. ഈ ഫീ ആണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും കുട്ടി ഇന്ത്യക്ക് വെളിയിൽ എക്സാം സെന്റർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫീ പ്ലസ് ഒരു 15,000 രൂപ അഡീഷണലി അടയ്ക്കേണ്ടി വരും. ഇന്ത്യക്ക് വെളിയിൽ നിങ്ങൾ എക്സാം സെന്റർ ചൂസ് ചെയ്താൽ ഈ പറഞ്ഞ ഫീ കൂടാതെ, ഇപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഈ പറഞ്ഞ 1125 അല്ലെങ്കിൽ 875 അല്ലെങ്കിൽ 625 ഒക്കെ അത് അടയ്ക്കേണ്ടി വരും. എക്സാം ഉള്ളവരാണ്. അപ്പൊ എക്സാം ഉള്ളവരാണെങ്കിൽ അതായത് എഞ്ചിനീയറിംഗോ ബിഫാമോ ചൂസ് ചെയ്താൽ ആ പറഞ്ഞിരിക്കുന്ന ഫീ പ്ലസ് 15,000 രൂപ കൂടി നിങ്ങൾ അഡീഷണലി അടയ്ക്കേണ്ടി വരും എബ്രോഡ് സെന്റർ ചൂസ് ചെയ്താൽ. അത് ഓർക്കുക. അങ്ങനെ നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തി. ഈ ഫീ പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലായ്പ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഫോട്ടോയിൽ പേരും ഡേറ്റും വേണോ? അങ്ങനെ പ്രത്യേകിച്ച് മെൻഷനിങ് ഒന്നുമില്ല. നിങ്ങൾ നീറ്റ് അപ്ലൈ ചെയ്തവരാണ്, അതേ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെയും ഉപയോഗിക്കാം. അപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്ത അതേ ഫോട്ടോ, അന്ന് കൊടുത്ത സിഗ്നേച്ചർ ഉണ്ടാവും, ആ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. ആൻഡ് ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ് കാറ്റഗറിയിൽ എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നേറ്റിവിറ്റി തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നേറ്റിവിറ്റി തെളിയിക്കാനുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ SSLC ബുക്കിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ SSLC ബുക്കിൽ നിങ്ങളുടെ നേറ്റിവിറ്റി കേരളായിട്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതില്ലാത്തവർ മാത്രം എന്ത് ചെയ്താൽ മതി? ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നേറ്റിവിറ്റി കൊടുക്കാം. അപ്പൊ നേറ്റിവിറ്റി തെളിയിക്കാൻ നിങ്ങളൊരു ഡോക്യുമെന്റ് കൊടുക്കണം. അതേപോലെ SSLC ബുക്കിൽ അപ്പോൾ SSLCയുടെ ഒരു കോപ്പി കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനും നിങ്ങൾക്ക് SSLC ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് നേറ്റിവിറ്റി തെളിയിക്കാനും SSLC കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനും SSLC കൊടുക്കാം. അതില്ലാത്തവര് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അപ്പൊ നിങ്ങൾ നേറ്റിവിറ്റി ചോദിക്കുന്നിടത്ത് എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കൂ. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നിടത്തും എന്ത് ചെയ്യുക? സെയിം സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തെളിയിക്കണം? നിങ്ങളുടെ നേറ്റിവിറ്റിയും തെളിയിക്കണം, ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കണം. ഇതിന് രണ്ടിനും നിങ്ങൾക്ക് ഒരേ ഡോക്യുമെന്റ് ഉപയോഗിക്കാം, പക്ഷെ രണ്ടായി തന്നെ അപ്ലോഡ് ചെയ്യണം. നേറ്റിവിറ്റി പറയുന്നിടത്ത് ഇപ്പോൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇനി ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് ചോദിക്കുന്നിടത്തും അത് തന്നെ കൊടുക്കാം, അതിൽ പ്രശ്നമില്ല. അല്ലാതെ ഒന്ന് കൊടുത്തു എന്ന് കരുതി രണ്ടാമത്തേത് ലീവ് ചെയ്യേണ്ട, സെയിം സാധനം രണ്ടാമതും അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് നിങ്ങൾക്ക് SSLC ബുക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി ഡോക്യുമെന്റ് എടുക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ്, ഇത് കമ്പൽസറി ആണ് കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾ ഡോക്യുമെന്റിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ EWS ആണെങ്കിൽ EWSന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ OBC ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതൊക്കെ എവിടുന്നാണ് എങ്ങനെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ എങ്ങനെയായിരിക്കണം? JPEG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ JPEG ഫോർമാറ്റിലായിരിക്കണം. ഡോക്യുമെന്റ് PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അപ്ലോഡിങ് കഴിഞ്ഞു. അപ്ലോഡിങ് കൂടി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കിട്ടുന്ന അക്നോളജ്മെന്റ് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിന്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അക്നോളജ്മെന്റ് സ്ലിപ്പാണ്. അപ്പോൾ ആ അക്നോളജ്മെന്റ് സ്ലിപ്പിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോക്യുമെന്റുകളിൽ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി, കേരളൈറ്റ് ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ SSLC ബുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം,
അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഇനി അതല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഏതെങ്കിലും ഒന്ന്. അതേപോലെ SSLC ആൻഡ് അല്ലെങ്കിൽ SSLCയോ ഈക്വലൻ്റ് ഹയർ 10th ഈക്വലൻ്റ് ആയിരിക്കുന്ന ഡോക്യുമെന്റ്, അത് SSLC ബുക്ക് ആയിരിക്കും മജോറിറ്റി എല്ലാവരുടെയെങ്കിൽ അത് കൊടുക്കാം. ദെൻ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ SSLC ബുക്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി, ഇപ്പോൾ പാസ്പോർട്ട് ആണെങ്കിലും മതി. അപ്പോൾ ഇതിന് മൂന്നിനും അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റിക്കും പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഒരേ ഡോക്യുമെന്റ് ഉപയോഗിക്കാം. ഇനി SSLC ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മൂന്നും ചെയ്യാം, അതിൽ പ്രശ്നമില്ല. ഇത് മാൻഡേറ്ററി ആണ്, അതായത് നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കുക, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അത് എല്ലാവരും ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്. ഈ NCL സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടുന്നതായിരിക്കണം? വില്ലേജ് ഓഫീസിൽ നിന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കുട്ടികൾ നീറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി താലൂക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും, അത് പറ്റില്ല, വില്ലേജ് ഓഫീസിൽ നിന്ന് എടുത്തതേ ഉപയോഗിക്കാവൂ. അതെങ്ങനെ? ഫോർ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതാണ്. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുമ്പ് എടുത്തതുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടെ? അപ്പോൾ അതിൻ്റെ താഴെ അത് വാലിഡ് ഫോർ കൊടുത്തിട്ടുണ്ട്. ആ വാലിഡിറ്റി ഉള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ നിലവിൽ ആ ഡോക്യുമെന്റിന്റെ താഴെ വാലിഡ് ഫോർ 1 year അല്ലെങ്കിൽ വാലിഡ് ഫോർ 2 year എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, വാലിഡിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പുതിയത് എടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ OBC കാൻഡിഡേറ്റിന്റെ കേസിലാണ് ഈ പറഞ്ഞത്. ഇനി SC/ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അത് എടുക്കേണ്ടത് വില്ലേജിൽ നിന്നല്ല, താലൂക്കിൽ നിന്ന്, തഹസീൽദാറോടാണ് വാങ്ങേണ്ടത്. അതും എഡ്യൂക്കേഷണൽ പർപ്പസിലേതാണ്. അപ്പോൾ NCL കാൻഡിഡേറ്റ് ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നാണ്, വില്ലേജ് ഓഫീസറോടാണ്. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഇനി ചില കുട്ടികളുണ്ടാവും, ഇപ്പോൾ OBCയിൽ NCL ആയിരിക്കില്ല, അതേപോലെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്, ഇവർക്കൊക്കെ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് മൈനോറിറ്റി സീറ്റുകൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇതിന് പകരം ഉപയോഗിക്കാം. റൈറ്റ്. ഇനി അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് ആണ് പേരൻസ്, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ആ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്യാം. അതേപോലെ EWS, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കം വിഭാഗത്തിൽപ്പെട്ടവരുടെ EWS, ഇക്കണോമിക്കലി വീക്ക് സെക്ഷനിൽപ്പെട്ട കാൻഡിഡേറ്റുകൾ എന്ത് ചെയ്യുക? വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീറ്റിന്റെ ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ഡോക്യുമെന്റ് ഉണ്ടാവും, അത് താലൂക്കിൽ നിന്ന് വാങ്ങിയതാവും, പറ്റില്ല. താലൂക്കിൽ നിന്ന് വാങ്ങിയത് ഉപയോഗിക്കാവുന്നത് SC/ST കാൻഡിഡേറ്റിന് മാത്രമാണ്, ബാക്കിയെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്നുള്ളതായിരിക്കണം. ഓക്കെ, EWSന്റെ ഇത് പറഞ്ഞു. ഇനി NRI സീറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ NRI ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതായത് സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പാസ്പോർട്ടിന്റെ കോപ്പി, അറ്റസ്റ്റ് ചെയ്ത വിസയുടെ കോപ്പി, അതുപോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അഫിഡവിറ്റുകൾ, ഇതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇനി സാമ്പത്തികമായിട്ട് ആനുകൂല്യം, അതായത് ഫീസ് ആനുകൂല്യം, സീറ്റ് റിസർവേഷൻ അല്ല, ഫീസ് ആനുകൂല്യം പ്രതീക്ഷിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ഇൻകം സർട്ടിഫിക്കറ്റും കൊടുക്കുക. അതായത് വേറെ റിസർവേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ NCL ഒക്കെ കൊടുത്തവർ എന്തായാലും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈനോറിറ്റി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മറ്റ് സീറ്റ് ആനുകൂല്യം ഇല്ല, ഫീസ് ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഈ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി എടുത്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം, ഏത് ഡോക്യുമെന്റ് ആണ് എന്ന് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഡോക്യുമെന്റ്. അതിൽ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന 3 എല്ലാവരും ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ വരുന്നു അതനുസരിച്ച് മാറും. ഓക്കെ, ഇനി എക്സാമിന്റെ ഡീറ്റെയിൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ ഈ പ്രോസ്പെക്ടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സാമിന് മുമ്പ് ചെയ്യേണ്ടത്, എക്സാമിന് ചെയ്യേണ്ടത്, പിന്നീട് ചെയ്യേണ്ടത്. അതിലിപ്പോൾ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? എക്സാം വരെയുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. കാരണം ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക. എക്സാം എഴുതിയിട്ട് നമുക്ക് സമയമുണ്ട്. ആ സമയത്ത് എക്സാമിന് ശേഷമുള്ള എങ്ങനെ ആണ് നമ്മളൊരു സീറ്റിന് വേണ്ടി ഓപ്ഷൻ കൊടുക്കേണ്ടത്, ആ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് എടുക്കാം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. റൈറ്റ്. ഇനി ഇതിൽ എക്സാമിൻ്റെ ഡീറ്റെയിൽ നോക്കുക. എഞ്ചിനീയറിംഗ് എക്സാം ചൂസ് ചെയ്യുന്നവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് എക്സാം എഴുതേണ്ടത്. അതിൽ ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് 45 ക്വസ്റ്റൻ ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റൻ ഉണ്ടാവും, മാത്സിൽ നിന്ന് 75 ക്വസ്റ്റൻ ഉണ്ടാവും. ഇതിനെല്ലാം കൂടെ 180 മിനിറ്റ് ആണ്. നിങ്ങൾ BPharm ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റൻ ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റൻ ഉണ്ടാവും, നിങ്ങൾക്ക് 90 മിനിറ്റ് സമയവും ഉണ്ടാവും. 2 എക്സാമിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഒരു ഉത്തരം തെറ്റിയാൽ -1 ആണ്, നെഗറ്റീവ് ഉണ്ട്, ശ്രദ്ധിക്കാം. ഇനി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾ ഈ എഴുതിയ എക്സാമിന്റെ മാർക്കിനും, അതേപോലെ നിങ്ങൾ ഹയർ സെക്കൻഡറി 12ാം ക്ലാസ്സിൽ +1ന്റെ മാർക്ക് ബാധകമല്ല, +2വിൽ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ +2വിലെ നിങ്ങളുടെ ഫിസിക്സിന്റെയും മാത്സിന്റെയും കെമിസ്ട്രിയുടെയും മാർക്കിനും തുല്യ വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ്. അത് 50-50 ആണ്, ഈക്വൽ വെയിറ്റേജ് ആണ്. നിങ്ങൾ എഴുതിയ എക്സാമിനും അതേപോലെ നിങ്ങളുടെ +2 മാർക്ക്, +2വിലെ എല്ലാ മാർക്കും വേണ്ട, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിയുടെ മാത്രം മാർക്ക്, അങ്ങനെ ഈക്വൽ വെയിറ്റേജ് ചെയ്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ്.
ബി ആർക്കിൻ്റെതാണെങ്കിലും 50-50 ആണ്. 50%, അതായത് ബി ആർക്കിൻ്റേത് 50 വെയിറ്റേജ് എന്തിനാണ്? നിങ്ങളുടെ നാറ്റ സ്കോറാണ്. നാറ്റ എഴുതി അതിൻ്റെ സ്കോർ കാർഡ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യണം. ബാക്കി 50% എന്തിനാണ്? ഹയർ സെക്കൻഡറി മാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിക്കാണ് രണ്ടാമത്തെ 50 കൊടുക്കുക. അങ്ങനെ ഈക്വൽ വെയിറ്റേജ് ആണ്. എന്നാൽ മെഡിക്കലിൻ്റെ ബേസിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, 50-50 ഒന്നുമില്ല, നീറ്റ് മാത്രം. ഹയർ സെക്കൻഡറി മാർക്ക് ബാധകമല്ല. ഇനി അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ആയുർവേദത്തിന് BAMS അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ സംസ്കൃതം പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ നീറ്റ് സ്കോറിൻ്റെ ഒപ്പം +8 മാർക്ക് കൂടി ചേർത്താണ് ആയുർവേദത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുക. ആയുർവേദത്തിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ്. അത് നിങ്ങളുടെ MBBS ഒന്നും ബാധിക്കില്ല. നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയുർവേദം ഓപ്ഷൻ വെക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ്. അതിൽ നിങ്ങൾക്ക് ഒരു 8 മാർക്ക് കൂടുതലുണ്ടാവും. റൈറ്റ്. ഇനി B.Pharm-നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേപ്പർ 2 മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുക. റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. അതായത് കീമിൻ്റെ പ്രോസ്പെക്ടസിൽ വന്ന മെയിൻ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ അല്ലെങ്കിൽ ഏതൊക്കെ റിസർവേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ തരാം. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.